സിലബസ് പരിഷ്കരിച്ച് പരിശീലന സമയം ചുരുക്കിയിട്ടും അതിന്റെ ആനുകൂല്യം ITI വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി. വർഷത്തിൽ പ്രവൃത്തി സമയം 1600 മണിക്കൂർ ഉണ്ടായിരുന്നത് 2022-ലാണ് 1200 മണിക്കൂറായി ചുരുക്കിയത്. എന്നാൽ ശനിയാഴ്ച ഉൾപ്പെടെയുള്ള ക്ലാസുകൾ ഒഴിവാക്കാൻ വ്യാവസായിക പരിശീലന വകുപ്പ് തയ്യാറായിരുന്നില്ല. പരിഷ്കരിച്ച സിലബസ് പ്രകാരം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പരിശീലന സമയം കുറച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ മാത്രം ശനിയാഴ്ച ഉൾപ്പെടെയുള്ള ക്ലാസ് തുടരുകയാണ്. ഇതുമൂലം ശരാശരി ഒരു വിദ്യാർത്ഥി ഒരു വർഷം 1900 മണിക്കൂർ പരിശീലനം നടത്തേണ്ടി വരുന്നുവെന്നാണ് പരാതി. പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും ക്ലാസ്സിൽ വരേണ്ട ഗതികേട് വരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്. ഇതിനെതിരെ നിരന്തരമായ പ്രതിഷേധങ്ങളും സമരങ്ങളുമായിട്ട് KSU അടക്കം പല വിദ്യാർത്ഥി സംഘടനകളും മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നിട്ടും അധികാരികളിൽ നിന്ന് വേണ്ടത്ര പിന്തുണയോ അല്ലെങ്കിൽ അധികാരികളിൽ നിന്ന് ഈ ഒരു വിഷയം അധികാരികൾ ഗൗനിക്കുന്നില്ല എന്നതാണ് വസ്തുത. 80% അറ്റൻഡൻസ് ഉണ്ടായാൽ മാത്രമാണ് എക്സാം എഴുതാൻ കഴിയുള്ളൂ. പക്ഷേ ഈ ഒരു അവസ്ഥ വരുന്നത് മൂലം പല കുട്ടികൾക്കും 80% അറ്റൻഡൻസ് തികയ്ക്കാൻ കഴിയുന്നില്ല. പരാതികൾ വ്യാപകമായി വന്നതോടെ ട്രെയിനിംഗ് ഡയറക്ടർ കമ്മിറ്റിയെ നിയോഗിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം 1426 മണിക്കൂറാണ് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ അധികമായി ലഭിക്കുന്ന സമയം യൂണിയൻ കലാകായിക പരിപാടികൾക്കും മറ്റ് പരിശീലനങ്ങൾക്കും ഉപയോഗിക്കാമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു. ഇതോടെ ശനിയാഴ്ച അവധി നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.